വരികയുള്ളൂ. എന്താണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വായിക്കുന്നത് സ്നേഹത്തിൻ്റെ ഫലം, സ്നേഹം എന്ന ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ആട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്ന അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് തുടങ്ങിയതായ ആത്മനിയന്ത്രണം തുടങ്ങിയതായ ഫലത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ ക്രൂശിക്കപ്പെടണം എന്ന് വെച്ചാൽ സ്നാനപ്പെടുകയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇതെല്ലാം ചെയ്യണം. കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മൾ ക്രൂശിക്കപ്പെട്ടവരാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നതെന്ന്. പക്ഷേ ഈ കോൺസെപ്റ്റിനെ തന്നെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ലോർഡ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഓടിച്ച് പറഞ്ഞതായ വിഷയം വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം കൂടെയാണ്. അതെങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ലോർഡ്. നമ്മളുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന വ്യക്തികൾ ആണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ ഭാര്യയാണ് നമ്മളോട് കൂടെ കിടക്കുന്നതും നമ്മളോട് കൂടെ ഇരിക്കുന്നതും നമ്മളോട് കൂടെ ഭക്ഷണം കഴിക്കുന്നതും നമ്മളോട് കൂടെ സമയം ചിലവഴിക്കുന്നതിൻ്റെയും മുഖ്യ പങ്ക് ഭാര്യയ്ക്കുണ്ട്, അല്ലേ? നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീൻ്റെയും ഭാഗം അവളും ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഭാഗം ഷെയർ ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് ഭാഗമുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നതിന്, നമ്മുടെ എല്ലാ ദൈനംദിന ജീവിതത്തിൽ തുണി അലക്കുന്നത് ഉൾപ്പെടെ എല്ലാ വിഷയത്തിലും അവരുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് യേശു ഇവിടെ പറയാനിടയായി തീർന്നു. നമ്മൾ ക്രൂശിക്കപ്പെട്ടവരാണെന്നും പറയാനിടയായി തീർന്നു. പക്ഷേ അത് നമ്മൾ എവിടെയാണ് ആദ്യം ഷോ ചെയ്യേണ്ടത്? എവിടെയാണ് നമ്മളത് കാണിക്കേണ്ടത്? നമ്മുടെ കുടുംബജീവിതത്തിലാണ്. കാരണം അവരാണ് നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തികൾ. നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വചനത്തിന് വിപരീതമായി അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ക്രൂശിക്കപ്പെട്ടവരെന്ന് റെക്കഗ്നൈസ് ചെയ്യാതെ നമ്മൾക്ക് തോന്നുന്നത് പോലെ ജാതികളെ പോലെ രക്ഷിക്കപ്പെടാത്തവരെ പോലെ നമ്മൾ ഭാര്യമാരോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മളും ഈ പറഞ്ഞതായ ഈ വചനത്തെ കേൾക്കാത്തതായ ജനങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഒരുപക്ഷെ തോന്നുമായിരിക്കും നമ്മളെക്കാൾ മാന്യരാണ് ജാതികൾ എന്ന് തോന്നുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? അവരവരുടെ ഭാര്യമാരെ ട്രീറ്റ് ചെയ്യുന്നതായ വിധത്തിൽ, അവരുടെ കുഞ്ഞുങ്ങളോട് ട്രീറ്റ് ചെയ്യുന്ന വിധത്തിൽ, അതുപോലെ തന്നെ അവരുടെ നടപ്പിൽ, അവരുടേതായ എല്ലാ വിഷയത്തിലും ആ മാന്യത പലപ്പോഴും നമുക്ക് പോലും ഫീൽ ചെയ്യും. അയ്യോ, അവരെ പോലെ മാന്യമായി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. പലരും റോൾ മോഡൽസ് വെക്കാറുണ്ട്, അല്ലേ? വിവാഹം കഴിക്കാൻ പോകുന്നവർ ഇതുപോലെ ഒരു കപ്പിളായിട്ട് ഞങ്ങൾക്ക് മാറണം എന്ന് ചിന്തിക്കുന്ന അനുഭവമുണ്ട്. പക്ഷേ അവിടെ എല്ലാം ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന മർമ്മം എന്താണ്? നിങ്ങൾക്ക് അതിനേക്കാൾ മാന്യമായി ജീവിക്കുവാൻ പറ്റും. മാത്രമല്ല എന്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ? നിങ്ങൾ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടവരാണെന്നും നിങ്ങളെ ജഡം അത് മരിച്ചിട്ടുണ്ടെന്നും കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടാവണം. ആ റെക്കഗ്നൈസേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ വായിച്ചതായ എല്ലാ വചനത്തിലൂടെയും വീണ്ടും കടന്നു പോവുക, ഒന്നും കൂടെ അത് മനസ്സിരുത്തി വായിക്കുക.